നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഷെഫ് പിള്ളയുടെ ഫിഷ് നിർവാണ എന്ന ഡിഷാണ് ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആവോലിയാണ്. ആവോലിയുടെ സ്കിന്നിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഭയങ്കര തിക്കായിട്ടുള്ളതാണ്. പക്ഷേ അതോർത്ത് നമ്മൾ വറി ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഈ രീതിയിൽ കുക്ക് ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് ഉള്ള ഫിഷ് കറിയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് കിട്ടിയ ഫിഷിനെ നമുക്കത് നന്നായിട്ട് വരഞ്ഞെടുക്കണം. ഇതിൻ്റെ സ്കിൻ ഇച്ചിരി തിക്കായതുകൊണ്ട് ഇത് വരഞ്ഞെടുക്കാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിട്ട് വേണം നമുക്ക് നന്നായിട്ട് വരഞ്ഞെടുക്കാനായിട്ട്. തിരിച്ചിട്ട് മറു സൈഡും അതേപോലെ തന്നെ ചെയ്യാം. ഇത് നന്നായിട്ട് വരഞ്ഞതിന് ശേഷം വരയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നന്നായിട്ട് മാംസത്തിന് ഇടയ്ക്കായിട്ട് ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് മാറ്റി വെക്കുക. അതിനുശേഷം ഇതിന് വേണ്ട മസാല നമുക്കിനി ഉണ്ടാക്കാവുന്നതാണ്. 800 ഗ്രാമുള്ള ഫിഷാണ്. അതിനാവശ്യത്തിനുള്ള മസാലയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു 4 ടീസ്പൂണ് റെഡ് ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ. എങ്കിൽ ഞാൻ ഇച്ചിരി മസാല കിട്ടാൻ വേണ്ടിയായിട്ട് കൊറിയാണ്ടർ പൗഡറും കൂടി ഇടുവാണ്. ഇത് മസ്റ്റാർഡ് പൗഡറാണ്, ഒരു സ്വല്പം മസ്റ്റാർഡ് പൗഡർ. ഇതും ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അത് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതാണ് നമുക്ക് ഫിഷിന് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി. പിന്നെ ഉള്ളത് ബ്ലാക്ക് പെപ്പർ നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. അത് നമ്മൾ 1 ടീസ്പൂൺ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുവാണേ. 2 ടീസ്പൂൺ നന്നായിട്ട് ഉപ്പിട്ട് കൊടുക്കുവാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ലെമൺ സ്ക്യൂസ് ചെയ്ത് ഒഴിക്കാം. നമുക്ക് ഉണങ്ങിയതാകുമ്പോൾ നമുക്ക് പൊടിച്ചിടാൻ എളുപ്പമുണ്ട്, അതുകൊണ്ടാണ്. അതല്ലെങ്കിൽ നന്നായിട്ട് ഫ്രഷായിട്ട് കുനുകുനാന്ന് അരിഞ്ഞിട്ടുള്ള കരിവേപ്പില ഇടുന്നതും നല്ലതാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏകദേശം ഇതേ തിക്നെസ്സിൽ മസാല, ഈ മസാല നമുക്ക് പുരട്ടാവുന്നതാണ്. വിത്തിട്ട് മസാല പുരട്ടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇച്ചിരി എക്സ്ട്രാ മസാല വിത്ത് പുരട്ടാനായിട്ട് ഇതിൻ്റെ എല്ലാ വിടവിലേക്കും മസാല പുരട്ടി കൊടുക്കണം. നമുക്ക് തിരിച്ചിടാം. തിരിച്ചിട്ട് അതേപോലെ തന്നെ നമുക്കിതിൻ്റെ വിടവുകളിലൊക്കെ നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കാം. മിച്ചമുള്ള മസാല നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ നന്നായിട്ട് പറ്റി കൊടുക്കാവുന്നതാണ്. 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2 ടീസ്പൂൺ നന്നായിട്ട് കോക്കനട്ട് ഓയിൽ ഇടുക. ഒരു 2 മിനിറ്റ്സ് വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് 2 മിനിറ്റ്സ് വൺ സൈഡ് ഒരു മീഡിയം ഫ്ലെയിമിൽ ചെയ്യുക. അതേപോലെ തന്നെ ഒരു 2 മിനിറ്റ്സ് മറു സൈഡിൽ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കാവുന്നതാണ്, അതിൻ്റെ സോസ് ഉണ്ടാക്കാവുന്നതാണ്. രണ്ട് മിനിറ്റായി നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് വാഴയിൽ വെച്ച് നമ്മൾ അതിൻ്റെ മുകളിലോട്ടാണ് ഫിഷ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് മുകളിലേക്ക് നമുക്ക് നമ്മുടെ ഫിഷ് എടുത്ത് വെക്കാം.
ഇത് നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്കാണിത്. ഇത് നമ്മൾ 1 കപ്പാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് പിന്നെയും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ കോക്കനട്ട് മിൽക്കിൽ കിടന്നാണ് ഇത് ശരിക്കും വേകേണ്ടത്. 1 കപ്പ് പോരാ, നമുക്ക് 1 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കണം. തിന്നായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഇട്ട് കൊടുക്കാം. ഇതൊരു 2 ഇഞ്ച് ജിഞ്ചറാണുള്ളത്. ഇതിലേക്ക് ഒരു 3 മുളക്, ഇത് 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ ചെറിയ പുളിക്കായിട്ട്, ഇപ്പോൾ മാങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്താ കോക്കനട്ട് കൊത്തിയത്, ഇച്ചിരി ചെറുതായിട്ട് കൊത്തിയായാലും കുഴപ്പമില്ല. നമ്മൾ എടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒരു സാധാരണ സൈസിലായിട്ടുള്ള കോക്കനട്ടാണ്. സ്വല്പം ഉപ്പ്, ഇട്ട പാലിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മതിയേ, കാരണം മീൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മൾ. മുളക് പൊടി, മുളക് എന്ന് വെച്ചാൽ നമ്മുടെ കുരുമുളക് പൊടി. കറിവേപ്പിലയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്കിതിൽ ജസ്റ്റ് തൂളി കൊടുത്താൽ മതി. ഒരു 3-4 കറിവേപ്പിലയുടെ തണ്ട് 6 മിനിറ്റ് വേവിച്ചെടുക്കാം. മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തീ ഓഫ് ചെയ്തു. ഇനി നമുക്കതൊരു 1 മിനിറ്റും കൂടെ വെച്ചാൽ അതിൻ്റെ മസാലയൊക്കെ നന്നായിട്ടൊന്നും കൂടി ആ മീനായിട്ടൊന്ന് പിടിക്കാനായിട്ട് അനുവദിക്കാം. അതിനുശേഷം നമുക്കിത് ഉപയോഗിക്കാം. It's nice. I can taste the fish really nicely, so you can tell it's fish instead of something with only masala in it. Yeah. And yeah, the masala tastes really nice and goes really well with the fish, and it's cooked at the right temperature and all. റോഷൻ കഴിച്ചിട്ട് വളരെ നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനും കൂടി ഒന്ന് കഴിച്ച് നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് അറിയാലോ. ഏറ്റവും പ്രത്യേകമായിട്ട് എനിക്ക് തോന്നുന്നു, നമുക്ക് ഫിഷിൻ്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ടെന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് തിരിച്ചറിയാൻ പറ്റും. ഫിഷിൻ്റെ ടേസ്റ്റ്. അതേപോലെ തന്നെ നമ്മൾ എടുക്കുമ്പം കോക്കനട്ടിൻ്റെ ഒരു പീസും കൂടെ കൂട്ടിയെടുക്കുകയാണെങ്കിൽ അതിനേക്കാളും മനോഹരമാണ്. അത് വെച്ച് കോക്കനട്ട് അത് നമുക്ക് മുക്കിയെടുക്കാം. വളരെ സോഫ്റ്റാണ് ഫിഷ്. അതൊന്നും അധികം കുക്ക് ചെയ്ത് പോയിട്ടുമില്ല അല്ലടാ. അടിപൊളി സാധനം. ഇത് പലവട്ടം നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അതുപോലെ ഫിഷ് ആവോലി ഇതിന് പറ്റിയൊരു മീനുമാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാം. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഇതിനകത്ത് മസാലയുടെ അളവ് വളരെ കുറവായതുകൊണ്ട്. അതാണ് ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്കായാലും വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇത് അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അത് ഇത് തന്നെത്താനെ കഴിക്കാനായാലും വളരെ ടേസ്റ്റിയടാ. വളരെ ഇത് തന്നെത്താനെ ആയാലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാനുള്ളൂ. അടിപൊളിയായിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. Bye.